ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ചിക്കൻ ടിക്ക. കണ്ടില്ലേ, നല്ല കളർഫുൾ ആയിട്ടിരിപ്പുണ്ട്, നല്ല മണം ഉണ്ട് കേട്ടോ. അപ്പൊ ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. സൂപ്പർ, കിട്ടില്ല, ഒരു രക്ഷയില്ല. പൊളി സാധനം ചേട്ടാ, ഒരു രക്ഷയില്ല. എല്ലാം കറക്റ്റ്, അടിപൊളി. ഒരുപാട് എരിവുമില്ല, എരി കുറവുമില്ല. നല്ല ടേസ്റ്റ് കേട്ടാ. എല്ലാവരും ഒരു വട്ടമെങ്കിലും വന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. ഹായ്, ഹലോ, നമസ്കാരം. റിയൽ ടേസ്റ്റിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിൽക്കുന്നത് പുനലൂർ അഞ്ചൽ റൂട്ടിലെ കരവാളൂരുള്ള ഫുഡ് വേ റെസ്റ്റോറന്റിലാണ്. അപ്പൊ ചിക്കൻ ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും തന്നെ കാണത്തില്ലല്ലേ. അപ്പൊ ഞാനിതൊരു കിഡിലൻ ചിക്കൻ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ റെസിപ്പി ഉണ്ടാക്കി തരുന്ന ആളെ ഒന്ന് പരിചയപ്പെടാല്ലേ. ഇതൊരു നോർമൽ കുക്കല്ല, ഒരു ഇന്റർനാഷണൽ കുക്കിനെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അപ്പൊ ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടന്റെ പേര്? എന്റെ പേര് ഹക്കീം. ഹക്കീം. അപ്പൊ ചേട്ടാ, ഞങ്ങളുടെ വ്യൂവേഴ്സിനായിട്ട് എന്ത് റെസിപ്പി ഉണ്ടാക്കി തരുന്നത്? നമ്മള് ഒരു അടിപൊളി, ഒരു എല്ലാവർക്കും, നാടൻ മലയാളികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ചിക്കൻ ടിക്കയാണ്. ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ചിക്കൻ മസാല ഇട്ടിട്ട് കുറച്ച് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് മസാല ഇട്ടിട്ട് നമ്മൾ ഒരു 5 മിനിറ്റത്തിലേക്ക് ഇതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് മസാല ആക്കി വെക്കുകയാണ്. പിടിക്കാൻ വേണ്ടിട്ട് 5 മിനിറ്റ് വെക്കുകയാണ്. അപ്പോഴത്തേക്ക് നമ്മൾ ശേഷം ഓയിൽ ഒഴിച്ച് നമ്മൾ കുറച്ച് ഓണിയൻ ഫ്രൈ ആക്കാനുണ്ട്. ചേട്ടാ, എത്ര നാളെ ഈ ഒരു രംഗത്തോട്ട് വന്നിട്ട്? ഞാൻ വന്നിട്ട് 25 വർഷത്തോളമായി. അതെയല്ലേ? എന്റെ ജീവിതം മൊത്തം കുക്കിങ്ങിലാണ്. നമ്മള് ചിക്കൻ എല്ലാം ഇതിലോട്ട് എടുത്തിട്ടു. ഇനി നമ്മൾ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി 1 സ്പൂൺ. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി. ഒരു 1.5 സ്പൂൺ കുരുമുളക് പൊടി. 1.5 സ്പൂൺ പെപ്പർ. ഇത് നമ്മൾ കാശ്മീരി ചില്ലിയാണ്. ഇത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല കളർഫുൾ കിട്ടും. വലിയ എരിയും കാണത്തില്ല. കാണാൻ ഒരു നല്ലൊരു രസമായിരിക്കും, കളർഫുൾ. അത് നമ്മൾ ചെയ്യാൻ പോകുന്നത് 2 സ്പൂൺ ഇടുന്നുള്ളൂ. 2 സ്പൂൺ കാശ്മീരി ചില്ലി. പിന്നെ ഒരു സ്പൂൺ ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. 1 സ്പൂൺ ഉപ്പ്. ശകലം ഒരു കോക്കനട്ട് ഓയിൽ, വെളിച്ചെണ്ണ ഒരു 3 സ്പൂൺ. നമ്മൾ വെള്ളം ഒഴിക്കുന്നില്ല. നമ്മൾ ഇത് വൃത്തിയായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. മിക്സ് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ. അത്യാവശ്യം നന്നായിട്ട് വേണമല്ലേ? അത്യാവശ്യം വെളിച്ചെണ്ണ വന്നാൽ നമുക്ക് അത്രയും ഫ്രൈ ആക്കി എടുക്കാൻ പറ്റും. 2 ടൈപ്പ് ഇത് നമുക്ക് ഫ്രൈ ആക്കി എടുക്കാനാണ്. ഇത് നമുക്ക് ചോപ്പി വെച്ചിരിക്കുന്ന അതിന്റെ മസാല കൂട്ടണം. അപ്പോഴും നമുക്ക് എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പൊ ഇതിനകത്തോട്ട് ഉള്ളിയിടാം. ഇത് നമുക്ക് ഇത്രയും പാകം വേണ്ട, ഇതിന്റെ മുക്കാലേ നമ്മൾ എടുക്കുന്നുള്ളൂ. ഇത് ഏകദേശം എത്ര ഓണിയൻ ഇടുന്നുണ്ട്? ഇത് നമ്മൾ എടുത്തിരിക്കുന്നത് 1/2 കിലോ ഓണിയനാണ്. 1/2 കിലോ. 2 ഐറ്റം കേക്ക് ഇടാം, ഒറ്റ രീതിയിൽ പോവില്ല. 2 ഐറ്റം വയറ്റാനുള്ളൂ, പെട്ടെന്നാവും. ഇപ്പൊ ഓൾറെഡി നമുക്ക് 3 റെസ്റ്റോറന്റ് ഉണ്ട്. കരുവാളൂര്, പത്തനാപുരം, സൗദി അറേബ്യയിൽ. സൗദി അറേബ്യ ദമാം ജുബൈൽ എന്ന് പറഞ്ഞ സ്ഥലത്ത്. ഇവിടെ അത്യാവശ്യം എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ കൊടുക്കുന്നത് ചട്ടി ബിരിയാണി കൊടുക്കാറുണ്ട്. പിന്നെ ഞങ്ങളുടെ കൊത്തു പൊറോട്ട, ഞങ്ങളുടെ കപ്പ ബിരിയാണി, അതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇവിടെ ഇഷ്ടപ്പെട്ടത്. അടുത്ത് നമ്മൾ ഇത് അങ്ങോട്ട് വേറെ പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഇത് നമ്മുടെ ഈ മാരിനേറ്റ് ചെയ്തിരിക്കുന്ന ചിക്കനിന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റും. ഇത് എടുത്തപ്പോ തന്നെ നല്ല മസാലയുടെ മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇതിപ്പോ എത്ര കിലോ ചിക്കനാണ് നമ്മൾ എടുത്തേക്കുന്നത്? ഇത് 1 കിലോ. 1 കിലോ ചിക്കൻ. 1 കിലോ മീറ്റ് ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ എണ്ണ ചൂടായിട്ട് വരുന്നുണ്ട്. ആദ്യമേ കുറച്ച് ഗാർലിക്. ഗാർലിക് എന്ന് പറഞ്ഞാല് ഇതിനകത്ത് പറഞ്ഞാല് ഒരു 50 ഗ്രാം ഗാർലിക് ചേർത്താൽ മതി. കുഞ്ഞിതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചേക്കുവാണേ ഗാർലിക്. നമുക്ക് ജിഞ്ചർ കഴിക്കാം. അത് നമുക്ക് 1.5 സ്പൂൺ ചേർത്താൽ മതി. ഒരു 1.5 സ്പൂൺ ജിഞ്ചറും അതിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് ആദ്യം ഒന്ന് വയറ്റിന് ശേഷം ഇതൊന്ന് വയറല്ലേ. ഓക്കെ, ഇപ്പോഴത്തേക്ക് നമ്മുടെ ഫ്രൈ അവിടെ ഫ്രൈ ആയിട്ട് വരുന്നുണ്ട്. ഏകദേശം അത് ഫ്രൈ ആവാറായി.
ഇത് രണ്ട് ഉള്ളിയും നമുക്ക് ഫ്രൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ ചിക്കന്റെ ഭാഗങ്ങളൊക്കെ ഒരു 50% ക്ലിയർ ആവും. അതൊന്ന് വേണ്ടി വരുന്നുണ്ട്. നമുക്ക് അടുത്ത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയിടാം. ഇതൊരു 300 ഗ്രാം സവാള. 300 ഗ്രാം. ഓക്കെ, ഒരു 300 ഗ്രാം സവാള നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്നതാണ് ഇതിനകത്തോട്ട് ആഡ് ചെയ്യുന്നത്. അത് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റുക. സവാളന്റെ നല്ല മണം. സവാള വഴണ്ട് വരുമ്പോ ഒരു മണം ഉണ്ടല്ലോ, ആ ഒരു മണം. അപ്പൊ വീണ്ടും നമ്മൾ ഇതിൽ ബാലൻസ് സവാള നമ്മൾ വീണ്ടും ഫ്രൈ ആക്കാൻ പോകും. അപ്പൊ മുമ്പ് ഫ്രൈ ആക്കാത്തതിന്റെ ബാലൻസ് എടുത്ത് ഫ്രൈ ചെയ്യുവാണ്. ഇനി നമ്മൾ ഇത് നല്ല റോസ്റ്റ് പരുവത്തിലാവണം. നല്ല വഴണ്ട് വരുമ്പോൾ നല്ല റോസ്റ്റ് പരുവാകും. ഒരു 250 ഗ്രാം ടൊമാറ്റോ. 250 ഗ്രാം ടൊമാറ്റോ. നമ്മുടെ ഈ റെസ്റ്റോറന്റിന്റെ പേര് മറക്കണ്ട, ഫുഡ്വേ എന്നാണ് കേട്ടോ. അതുപോലെ നമ്മുടെ പുനലൂർന്ന് അഞ്ചല് പോകുന്ന റൂട്ട് തൊളിക്കോടാണ് ഈ ഫുഡ്വേ റെസ്റ്റോറന്റ്. ഇനി നമുക്ക് ആ കിഴങ്ങിടാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ്. ഇത് എത്ര ആണ്? ഇതൊരു 300 ഗ്രാമാണ്. 300 ഗ്രാം. 300 ഗ്രാം കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന കിഴങ്ങ്. അരിഞ്ഞത് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഒന്ന് നല്ല വെന്ത് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കരിവേപ്പില നമ്മൾ കഴുകി ഉണക്കി റെഡിയാക്കി വെച്ചിരിക്കുന്ന കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കാം. ഓക്കെ, നമ്മുടെ ഈ ഫ്രൈ ആയി വരുന്ന ഉള്ളിക്കകത്ത് കുറച്ച് കറിവേപ്പില. അതിനകത്ത് നമ്മൾ ആദ്യം വെച്ച ചിക്കനകത്ത് നമ്മൾ കുറച്ച് മസാല ഇട്ടിട്ടുള്ളൂ. അപ്പൊ ബാക്കി മസാല നമുക്ക് ഇതിനകത്ത് ചേർക്കാം. 2 സ്പൂൺ മല്ലിപ്പൊടി. പറഞ്ഞാൽ നമ്മുടെ റെഡിമെയ്ഡ് അല്ല ഈ പൊടി, നമ്മൾ അതുകൊണ്ട് അത്രയ്ക്ക് നല്ല ഫ്രഷ്. അതുപോലെ അതിനകത്തോട്ട് കുറച്ച് മുളക് പൊടി 2 സ്പൂൺ അല്ലേ? 2 സ്പൂൺ. 2 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, 1.5 സ്പൂൺ കുരുമുളക് പൊടി. 1.5 സ്പൂൺ കുരുമുളക് പൊടി. ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ പച്ച മസാലയുടെ ചെവ മാറി കിട്ടും. ആണ് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇട്ടു. ഇത് നല്ല വൃത്തിയായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഈ മസാലയും ഈ ചിക്കനോട് ചേർന്നിട്ട് നല്ലൊരു തിക്നെസ് ആവും. ഇതൊരു 20 മിനിറ്റ് മാക്സിമം. 1.5 ഗ്ലാസ് വെള്ളം നമ്മൾ ചേർക്കുന്നുള്ളൂ. കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തു. അപ്പൊ നമ്മൾ 20 മിനിറ്റ് ആയിട്ടുണ്ട് കുക്ക് ചെയ്യാൻ വെച്ചിട്ട്. നമ്മുടെ ഐറ്റം ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി നോക്കാം. നല്ല ഗ്രേവിയിൽ കിടക്കുന്ന ചിക്കൻ ആണ് കേട്ടോ. വേണ്ട ഈ ഒരു പരുവായിട്ടുണ്ട് നമ്മുടെ ചിക്കൻ. ഇത് റെഡിയായോ? കുക്കായില്ലേ? ഏകദേശം ഒരു 90% ആയി കഴിഞ്ഞു. സവാളയും കറിവേപ്പിലയും ചേർത്ത ഒരു മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ചേർത്ത് കഴിയുമ്പോഴത്തേക്കാണ് നമ്മുടെ ആ ഗ്രേവി ഒന്ന് തിക്കാവുന്നത് അല്ലേ? ഓ, ഇതിനാണ് ചിക്കൻ തിക്കാന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ആദ്യത്തെ ഈ സവാള എന്ന് വെച്ചാൽ ഈ ഒരു ഗ്രേവി നല്ല തിക്കാവാൻ വേണ്ടിട്ടാണ് കേട്ടോ. നമ്മുടെ ഗരം മസാല തക്കോലം, കറുകപ്പട്ട, ജാതിപത്രി, പെരിഞ്ചീരകം. അപ്പൊ നമ്മൾ ഈ ഒരു മസാലയും കൂടി ഇതിനകത്തോട്ട് ഇത് എത്ര ചേർത്ത് കൊടുക്കണം? ഇത് ഒരു 3 സ്പൂൺ. 2 സ്പൂൺ ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന ക്യാപ്സിക്കം, പിന്നെ പച്ചമുളകിന്റെ അരിഞ്ഞത് 5 പച്ചമുളക് അരിഞ്ഞത്. അത് ഏരിയ അനുസരിച്ച് വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം. ഓക്കെ, അല്പം പച്ച വെളിച്ചെണ്ണ. അവസാനം വെളിച്ചെണ്ണ ഒഴിക്കുന്നത് എന്തിനാ? ഒരു മണവും ഒരു ഗുണവും. ഓ, അതിന് വേണ്ടി കുറച്ച് ഒഴിച്ചു. അതല്ലേ ആവശ്യത്തിന്. കസ്തൂരി മേത്തി, കുറച്ച് കസ്തൂരി മേത്തി ഇട്ടിട്ടുണ്ട്. മല്ലിയില, ശരീരത്തിന് നല്ല ഗുണം ചെയ്യുന്ന ഒരു സാധനമാണ്. നല്ല മണവും ഉണ്ടായിരിക്കും അല്ലെ? ഓക്കെ, അതിനകത്തോട്ട് കുറച്ച് മല്ലിയില, കസ്തൂരി മേത്തി, കുറച്ച് കറിവേപ്പില. ഓക്കെ, അപ്പൊ നമ്മുടെ ചിക്കൻ ടിക്ക റെഡി ആയിട്ടുണ്ടല്ലേ? ആ വലത്തേക്ക് വലത്തേക്ക്. ഓക്കെ, ഇച്ചിരി കറി. സൂപ്പർ കേട്ടോ. ഗ്രേവി ഉണ്ടല്ലേ? ഗാർണിഷൻ കുറച്ച് മല്ലിയില. നല്ല മണമായിരിക്കും മല്ലിയില. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ചിക്കൻ ടിക്ക. കണ്ടില്ലേ? നല്ല കളർഫുൾ ആയിട്ടിരിപ്പുണ്ട്. നല്ല മണമുണ്ട് കേട്ടോ. അപ്പൊ ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. സൂപ്പർ.
കിട്ടില്ല, ഒരു രക്ഷയില്ല. പൊളി സാധനം ചേട്ടാ, ഒരു രക്ഷയില്ല. എല്ലാം കറക്റ്റ്, അടിപൊളി. ഒരുപാട് എരിവുമില്ല, എരി കുറവുമില്ല. നല്ല ടേസ്റ്റ് കേട്ടാ. എല്ലാവരും ഒരു വട്ടമെങ്കിലും വന്ന് എക്സ്പീരിയൻസ് ചെയ്യണം.